നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് നടന്നതായിട്ടുള്ള സംഭവം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതായിട്ടുള്ള സംഭവം എന്തൊക്കെയാണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ, നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും സ്നേഹമുണ്ടോ, നിങ്ങളെക്കുറിച്ച് ഓർമ്മകളുണ്ടോ, ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ട്രൈ ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിലും, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിലും അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ആണ് തയ്യാറാക്കി നൽകുന്നത്. കൂടാതെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ ഉൾപ്പെടെയാണ് റീഡിംഗ് എടുക്കുമ്പോൾ പറഞ്ഞു തരുന്നത്. റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 9 ഓഫ് സോർഡ്സ്, ദ മൂൺ കാർഡ്, 10 ഓഫ് സോർഡ്സ്, ദ ഹെർമിറ്റ് കാർഡ്, King of Wands, 2 of Cups, the Hierophant, 3 of Wands, Magician, 9 of Pentacles, Knight of Cups. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 6 of Cups ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ എത്രമാത്രം സ്നേഹമുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, നാളെ തൊട്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ വൈകുന്നേരം ഇടുന്ന വീഡിയോയിൽ റിച്വൽസും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം, അത് ഇന്നത്തെ ദിവസം മാത്രമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കടന്നു പോവുകയാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങിയിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അവരെ ബാധിക്കാത്ത എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഓർത്തിട്ടോ, അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ഓർത്തിട്ട് മാനസികമായിട്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ ആരോ ചീറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിക്ക് വലിയ രീതിയിലുള്ളൊരു ചീറ്റിംഗ് അനുഭവപ്പെട്ടതായിട്ട്, അതായത് കുറേ നാൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സംശയമുണ്ട്, ആരിൽ നിന്നോ നിങ്ങളുടെ വ്യക്തി ചീറ്റിംഗ് കിട്ടുന്നുണ്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം ആരാണ് നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തതെന്നും ഇത്രയും നാളും അവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞ ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വ്യക്തി ശരിക്കും തകർന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. നിങ്ങളുടെ വ്യക്തി പക്ഷേ നിങ്ങളൊന്ന് തിരക്കി കഴിയുമ്പോഴാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾ തമ്മിലൊരു ലെസ് കോണ്ടാക്റ്റ് ആണ്, വല്ലപ്പോഴും കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിയെ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടപ്പം ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ കണ്ടത്. പക്ഷെ അവരുടെ ദുഃഖങ്ങളൊന്നും അവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇന്ന് അവർക്കുണ്ടായ മാനസിക ദുഃഖങ്ങളാണെങ്കിൽ പോലും അവർ സ്വന്തമായിട്ട് സഫർ ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തി പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചീറ്റിംഗ് കിട്ടി. അത് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവ് ആവാം, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരാവാം, അല്ലെങ്കിൽ സഹോദരന്മാരാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഫെയറും ആകാം. ഈ ഒരു കാര്യത്തിൽ തകർന്ന അവസ്ഥയിലാണ്. പക്ഷേ ആ തകർന്ന അവസ്ഥയിലാണെങ്കിലും ആ വ്യക്തി മറ്റാരടുത്തും ഒന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഒന്ന് തുറന്നു പറയണമെന്ന് ആ വ്യക്തി ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ അടുത്ത് അത് എങ്ങനെ പറയണം, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാവാം അത്.
എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടണം, അല്ലെങ്കിൽ അവർക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ നിങ്ങളുടെ വ്യക്തി, അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ ഭർത്താവാണെങ്കിലോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ അവരെന്തായാലും ഇന്നത്തെ ദിവസമാണെങ്കിലോ നാളത്തെ ദിവസമാണെങ്കിലോ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ അടുത്ത് അവരുടെ മനസ്സ് തുറന്ന് പറയില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവർ ആലോചിക്കുകയാണ് ഇതെങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണം. ആ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ കംഫർട്ട് സോണിലാക്കണം. ഒരിക്കലും അവർ ആ ഒരു സത്യം നിങ്ങളുടെ അടുത്ത് പറയുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും മാനസിക വിഷമത്തിലാവരുത് എന്നൊക്കെ ചിന്തിച്ച് അത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ നിങ്ങളെയും കൂടെ ഒരു കംഫർട്ട് സോണിലാക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ നോക്കിക്കാണുകയാണെങ്കിൽ ആ വ്യക്തി ഒരു കുഴപ്പമില്ല, ഭയങ്കര മനക്കട്ടിയുള്ളൊരു വ്യക്തി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് നല്ല ഡിപ്രഷനുണ്ട്, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നാണ് അവർ ഇപ്പോൾ ചീറ്റിംഗ് അനുഭവപ്പെട്ടത്. അവർക്കിപ്പോൾ ചീറ്റിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അവർ കാണാൻ വന്നിരിക്കാം. നിങ്ങൾക്ക് ഇന്ന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജോ ഒരു മിസ് കോളോ അല്ലെങ്കിൽ ഒരു കോളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇത് ആ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തതാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം നല്ല രീതിയിൽ ഇവിടെ യൂണിവേഴ്സ് ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ ഒരു അവർക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അവർ മറ്റെവിടെയല്ല പോയത്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് വരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വ്യക്തിയാണ് അവർ എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ടൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഈ ലോകത്ത് അവർക്ക് മറ്റാരും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ അവർക്ക് സപ്പോർട്ടായിട്ട് ലൈഫ് ലോങ് ഉണ്ടാകുമെന്നുള്ളൊരു സത്യം അവർക്ക് മനസ്സിലാകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ആ ഒരു സത്യം അവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള താല്പര്യം കൂടി വരികയാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പെട്ടെന്നൊരു റീയൂണിയൻ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഇന്ന് രാത്രി തൊട്ട് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇത്രയും നാളായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരണമെന്ന് ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്നും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്നെല്ലാം മറച്ചു വെക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ വ്യക്തിയുടേത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് കൊടുത്തൊരു ലെസൺ ആണ്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും സന്തോഷം ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഇത്രയും നാളും നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളോട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു ചിന്ത തന്നെ മാറുകയാണ്. നിങ്ങളിലേക്ക് മടങ്ങിയെത്തണം, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ അടുത്ത് മാത്രം എല്ലാം ഷെയർ ചെയ്യണം, ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്നൊക്കെയുള്ള സത്യം നിങ്ങളുടെ വ്യക്തി ഇവിടെ തിരിച്ചറിയുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകും. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊരിക്കലും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരിക്കലും പെർമനൻ്റ് ആയിട്ട് ബ്രേക്കപ്പ് ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനാണ് യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി ശരിക്കും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ദോഷമായിട്ടുള്ള പ്രവൃത്തിയോ നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠം യൂണിവേഴ്സ് പഠിപ്പിച്ച ദിവസമാണ്. നിങ്ങളുടെ അടുത്ത് ഇത്രയും കാലം ചെയ്തതിൻ്റെ ഫലം, ആ ഒരു കർമ്മഫലം നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്.
നിങ്ങൾ ഒരുപക്ഷെ ശരിക്കും മാനസികമായിട്ടുള്ളൊരു വിഷമത്തിലായിരിക്കാം ഇന്ന് വരെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോൾസ് ലഭിക്കുന്നില്ല, ഒരു മെസ്സേജ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ വ്യക്തി അപ്രോച്ച് ചെയ്തിട്ടും അവർ നിങ്ങൾക്ക് പിടി തരുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നില്ല, നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഇതിനൊക്കെ ഒരു അവസാനം വരുന്ന ദിവസമാണ് ഇന്നത്തേത്. നിങ്ങൾക്ക് ഈ വരുന്ന 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അവർ നിങ്ങളെ ഇന്നത്തെ ദിവസം കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 21 ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ വാക്കുകളൊന്ന് സൂക്ഷിക്കുക, എടുത്തു ചാടി സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകാം. നിങ്ങൾ അവരുടെ അടുത്ത് ദേഷ്യത്തിൽ സംസാരിക്കാം, അവരുടെ അടുത്ത് കുത്തുവാക്കുകൾ പറയാം. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്നതാണെങ്കിലോ അവരുടെ അടുത്ത് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ആണ്. അത് കുറച്ച് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. അവരുടെ അടുത്ത് മാക്സിമം സോഫ്റ്റായിട്ട് സ്നേഹമായിട്ട് സംസാരിക്കുക. അതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹമാണെങ്കിൽ, നിങ്ങളുടെ സന്തോഷം നിറഞ്ഞൊരു കുടുംബമാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ത്യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ, അതിനെല്ലാം ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങളുടെ പ്രണയം സക്സസ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം, ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൻ്റെ പ്രകാരം നിങ്ങൾ ഒരുപാട് പേരുടെ അടുത്ത് നാണം കെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ അടുത്ത് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അതിനൊക്കെ ഒരു അവസാനം കിട്ടുമെന്ന് തന്നെ നിങ്ങളിവിടെ ഉറച്ച് വിശ്വസിച്ചോ. കാരണം 21 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഉള്ളൊരു മറുപടി ഉറപ്പായിട്ടും തരുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്, അവർ റിയലൈസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മാത്രമേ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ കൂടെ കാണൂ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും, ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും, അവരുടെ ഫാമിലി ഉൾപ്പെടെ അവർക്ക് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതവർക്ക് താങ്ങാൻ പറ്റുന്നതിലേറെയാണ്. നിങ്ങളെന്ന വ്യക്തിയെ ഇന്നത്തെ ദിവസം ഒരുപാട് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റാണ്. നിങ്ങളുടെ ആ ഒരു സത്യസന്ധത, നിങ്ങൾ അത്രയ്ക്ക് സത്യസന്ധത പുലർത്തിയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചത്. അത് യൂണിവേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിക്ക് യൂണിവേഴ്സ് കൊടുത്തിരുന്ന ആ ഒരു പാഠം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇന്നത്തെ ദിവസം തൊട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു സന്തോഷകരവും സ്നേഹവും ആയിട്ടുള്ള ഒരു ഫോൺ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ലഭിക്കുമെന്ന് തന്നെ ഇരിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഉറപ്പായിട്ടും അവരിൽ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെ കിട്ടും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പെർമനൻ്റ് റീയൂണിയൻ തന്നെ ഉണ്ടാകും. നിങ്ങളെ തമ്മിൽ ഒരിക്കലും പിരിക്കാൻ ഇവിടെ സാധ്യമാവുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലൊരു ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാലവും സഫർ ചെയ്തിട്ട് പിന്നെ ഉള്ള ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് മറ്റൊരു ശക്തിക്കും പിന്നെ നിങ്ങളെ വേർപിരിക്കാൻ പോലും സാധിക്കുകയില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പോസിറ്റീവായിട്ട് മാത്രം ആലോചിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ പോലും വെക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ
ഉണ്ടായ പ്രശ്നത്തിൻ്റെ മൂല കാരണം എന്താണ്? അതൊരു മറ്റൊരു വ്യക്തി കാരണമാണോ, അതോ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് മൂലമാണോ? അതിനൊക്കെ പരിഹാരവും ഉണ്ട്. അതുകൊണ്ട് റീഡിംഗ് എടുത്തതിന് ശേഷം ആ ഒരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.